ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. 18-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ന്യായപ്രമാണം നമുക്ക് ബോധം തരുന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഇതിൻ്റെ പ്രാരംഭ ഭാഗത്ത് ഒരു വാക്യം കിടപ്പുണ്ട്, ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പ്രിയരെ, സാത്താൻ എന്ന് പറഞ്ഞൊരു മേഖല ഉണ്ടാകാൻ തന്നെയുള്ള പ്രധാന കാരണം വാസ്തവത്തിൽ തൻ്റെ അകത്തുണ്ടായ ഒരു മോഹമാണ്. ദൈവത്തെ പോലെ ആകണം, ദൈവത്തിൻ്റെ മുകളിൽ കയറണം. അത് തനിക്കുണ്ടായൊരു മോഹമാണ്. ദൈവത്തെ മാത്രം ആരാധിച്ച് വളരെ സന്തോഷത്തോടെ നടന്ന സാത്താൻ തൻ്റെ ജീവിതത്തിനകത്ത് വന്ന ഒരു മോഹം, താൻ എവിടെ പോയി? താൻ വെട്ടേറ്റ് നരകത്തിലോട്ട് പോയി. ആ നരകത്തിനകത്ത് കിടക്കുന്ന സാത്താൻ്റെ പ്രവൃത്തിയാണ് ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യനിലേക്ക് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, മോഹത്തെ ജനിപ്പിക്കുന്നു, മോഹത്തെ കൊണ്ടിടുന്നു. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അകത്തിരിക്കുന്ന പിശാച് പറയുകയാണ്, നീ അത് ചെയ്യരുത്. എൻ്റെ അകത്തിരിക്കുന്ന പിശാച് എൻ്റെ അകത്ത് മോഹം കൊണ്ടിടുക. എന്തിനു വേണ്ടി? ഞാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യരുത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യണം. പ്രിയരെ, ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യുന്നത് തിന്മയാണ്. അത് ആര് ചെയ്യുന്നു? അതാണ് പിശാച് കൊണ്ടുവരുന്ന മോഹം. ഇവിടെ അതാണ് പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. പ്രിയരെ, നമ്മൾ ഇഷ്ടപ്പെടാത്തത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്കൊരു സംഭവം ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ഞാനത് ചെയ്യുന്നു. അതാണ് തിരിച്ചറിയേണ്ടത്. നമ്മുടെ അകത്തിരിക്കുന്ന, ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപം, നിശ്ചയമായിട്ട് പാപം. ഈ പാപത്തിൻ്റെ പ്രധാന സൂത്രധാരൻ എന്ന് പറയുന്നത് സാത്താനാണ്. അവൻ്റെ പ്രധാന അജണ്ടയാണ് മോഹം. നമ്മുടെ ഹൃദയത്തിനകത്ത് മോഹം കൊണ്ടിട്ട് ചെയ്യാത്തതിന് ചെയ്യിക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് ഈ റോമാലേഖനം ഈ 7-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നത്, മോഹം കൊണ്ടിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന അവൻ്റെ സ്ഥലത്തേക്ക്, അവൻ കിടക്കുന്ന ഇടത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ നമ്മുടെ ജഡത്തിനകത്ത് വിതയ്ക്കുന്ന പാപത്തെ ന്യായപ്രമാണത്താൽ തിരിച്ചറിഞ്ഞിട്ട് അവനോടൊപ്പം നരകത്തിലേക്ക് പോയി മരണം കൊണ്ട് അവസാനിക്കാതെ നിത്യജീവനായ ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.